ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് എല്ലാ ചലഞ്ചുകളെയും ഫേസ് ചെയ്ത് നമ്മൾ എത്തിച്ചേരുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷനായി മാറുകയാണ്. അത്തരത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ലോകത്തുണ്ട്. ഇന്ദ്ര നൂയി എന്നൊരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയില്ലായിരിക്കാം, ഒരു പക്ഷേ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ പെപ്സിക്കോ എന്നൊരു ബ്രാൻഡിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും, തീർച്ചയായും നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ CEO ആയിട്ട് 12 വർഷക്കാലം ഒരു ഇന്ത്യൻ വംശജ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇന്ദ്ര നൂയി എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് 2007 പത്മഭൂഷൺ പുരസ്കാരം നേടിയ ഇന്ദ്ര നൂയി സ്വയം വെളിപ്പെടുത്തിയ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് ഇന്ദ്ര നൂയിയോട് പരിചയപ്പെടാം. ഇന്ദ്ര നൂയി അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് അതൊരു വേനലവധി ജോലികൾക്കുള്ള ഇന്റർവ്യൂകൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇന്ദ്ര നൂയിയുടെ പക്കലാവട്ടെ ആകെ 2 തരത്തിലുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ജീൻസും പിന്നെ സാരിയും. ഇത് രണ്ടും നിർഭാഗ്യവശാൽ ഇന്റർവ്യൂകളിൽ ഒട്ടും സ്വീകാര്യമല്ലാത്ത വസ്ത്രങ്ങളായിരുന്നു. കഷ്ടിച്ച് $50 മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഒരു ലോക്കൽ ഷോപ്പിലേക്ക് ചെന്നു. തിളക്കമുള്ള നീല പാൻറ്റും സ്യൂട്ടും വാങ്ങിച്ചു. ഇന്റർവ്യൂവിന് ധരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു വസ്ത്രമായിരുന്നു അത്. പക്ഷെ അതിൽ കൂടുതൽ വിലയുള്ളത് ഇന്ദ്ര നൂയിക്ക് താങ്ങാനും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ആ വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ 2 സൈസ് കൂട്ടിയെടുക്കണം എന്നത് ചെറുപ്പം മുതലേ അമ്മയുടെ ഒരു തത്വമായിരുന്നു. അതാവുമ്പോൾ വളരുന്നതനുസരിച്ചിട്ട് ശരീരവുമായി അത് ഇണങ്ങിച്ചേർന്നോളും. ഈ ഒരു തത്വം പിന്നീട് ഒരു ശീലമായി മാറി. അങ്ങനെ ഇന്റർവ്യൂ ഹാളിലേക്ക് ചെന്ന് കയറിയപ്പോൾ എല്ലാവരും തന്നെ ഇന്ദ്രയെ പരിഹസിക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഇന്ദ്രയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ട് തന്നെ 25 പേര് പങ്കെടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് 2 പേരാണ് ആകെ സെലക്ട് ചെയ്യപ്പെട്ടത്. അതിലൊരാൾ ഇന്ദ്രയായിരുന്നു. ഇന്ന് 12 വർഷക്കാലമാണ് പെപ്സിക്കോ എന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയുടെ CEO ആയി ഇന്ദ്ര നൂയി പ്രവർത്തിച്ചത്. കമ്പനിയെ ലാഭത്തിലേക്കും പുരോഗതിയിലേക്കും എത്തിച്ചത് മാത്രമല്ല, ലോകത്തിലെ തന്നെ 100 ശക്തരായ വനിതകളിൽ ഒരാളായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ചെന്നൈയിൽ ജനിച്ച ഇന്ദ്ര നൂയി എന്ന വ്യക്തിയുടേതാണ് ഈ പശ്ചാത്തലം എന്നത് പലർക്കും അവിശ്വസനീയമായി തോന്നിയേക്കാം. 1955 കാലഘട്ടത്തിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ഇന്ദ്രയുടെ ജനനം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ഇന്ദ്ര ബിരുദം നേടിയത്. അതിനുശേഷം IIM കൽക്കട്ടയിൽ നിന്ന് MBA കരസ്ഥമാക്കി. ഇന്ദ്രയുടെ ആദ്യ ജോലിയാവട്ടെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാനേജർ ആയിട്ടായിരുന്നു. പിന്നീട് പല കമ്പനികളിലും ഇന്ദ്ര ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കരിയറിലൊന്നും അവർ തൃപ്തിയായിരുന്നില്ല. ഇതിനിടയിലാണ് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിനെ പറ്റി ഒരു ലേഖനം വായിക്കാൻ ഇടയായത്. അവിടേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അർദ്ധ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അക്കാലത്ത് 18 വയസ്സിന് ശേഷം ഒരു യുവതി വിവാഹിതയല്ല എന്നുള്ളത് വലിയൊരു കുറ്റമായിട്ട് തന്നെയാണ് സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ദ്രയുടെ മാതാവ് ഈ ഒരു യാത്രയെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ദ്രയുടെ പിതാവാകട്ടെ ഇന്ദ്രയുടെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. യേൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് നിത്യ ചിലവുകൾക്കുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ കഷ്ടത നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ അവർ പല തുച്ഛവേതന ജോലികളിൽ ഏർപ്പെട്ടു. അതിലൊന്നായിരുന്നു നൈറ്റ് ഷിഫ്റ്റിലെ റിസപ്ഷനിസ്റ്റ് ജോലി. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിൽ സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആയിട്ടാണ് ഇന്ദ്ര അമേരിക്കയിലെ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം മോട്ടറോളയിൽ 1994 പെപ്സിക്കോയിൽ സീനിയർ വൈസ് പ്രസിഡന്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആയിട്ട് ചുമതലയേറ്റു. ഇന്ദ്ര പിന്നീട് തൻ്റെ കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പാതയിലേക്ക് എത്തുകയായിരുന്നു. 2006 CEO ഓഫ് പെപ്സിക്കോ ആയി ചാർജ് എടുത്തത്. CEO ആയതിനു ശേഷമുള്ള യാത്ര ഒരു കുടിയേറ്റക്കാരിയായ അവർക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. 12 വർഷക്കാലമായിരുന്നു അവർ ആ പദവി അലങ്കരിച്ചത്. ഈ കാലയളവിൽ ഇന്ദ്രയുടെ നീക്കങ്ങൾ പെപ്സിക്കോയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ട്രോപ്പിക്കാനോ എന്ന കമ്പനിയെ ഏറ്റെടുക്കാനുള്ള തീരുമാനവും ക്വിക്കർ ഓട്സ് കമ്പനിയുമായി ലയിക്കാനുള്ള തീരുമാനവും എല്ലാം ഇന്ദ്രയുടെ നീക്കങ്ങളായിരുന്നു. ഇന്ത്യയുടെ നാമം ലോകത്തിന് മുന്നിൽ വാനോളം ഉയർത്തിയ ചുരുക്കം ചില വനിതകളിൽ ഒരാളായിരുന്നു ഇന്ദ്ര നൂയി. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഇന്ദ്ര ഒരു പ്രചോദനം തന്നെയാണ്.